ഹായ് നമസ്കാരം. വോയിസ് ഓഫ് മുജീബിലേക്ക് അവർക്കും സ്വാഗതം. ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ രാജസ്ഥാൻ റോയൽസ് ഇന്ന് പരാജയപ്പെട്ട് ഫൈനൽ കാണാതെ പുറത്താകുമ്പോൾ ഉന്നയിക്കുന്ന ചോദ്യം ഇതാണ്: ടോസ് ലഭിച്ച് ബാറ്റിംഗ് തെരഞ്ഞെടുത്തത് എന്തിന്? ആ ഒരു തീരുമാനം ശരിയായിരുന്നോ എന്നുള്ളത് തന്നെയാണ് ക്രിക്കറ്റ് ആരാധകർ ചോദിക്കുന്നത്. പക്ഷേ അതിന് കൃത്യമായ മറുപടി ക്യാപ്റ്റൻ പരാഗിനുണ്ട്. പരാഗ് പറയുന്നത്, ടോസ് ലഭിച്ച് ബാറ്റിംഗ് തെരഞ്ഞെടുത്തതിൽ ശരികേടില്ല, പക്ഷേ ഞങ്ങൾ 230 മുകളിലുള്ള സ്കോർ നേടണമായിരുന്നു, അത് ഞങ്ങൾക്ക് സാധ്യമായില്ല എന്ന് മാത്രമല്ല, ഗുജറാത്ത് ടൈറ്റൻസിന്റെ ഓപ്പണർമാരുടെ വിക്കറ്റ് പവർ പ്ലേകളിൽ നേടിയെടുക്കാനും ഞങ്ങൾക്ക് സാധ്യമായില്ല. അതുതന്നെയാണ് പരാജയ കാരണമായി പറയുന്നത്. ശുഭ്മാൻ ഗില്ല് മുന്നിൽ നിന്ന് പടനയിച്ച ക്യാപ്റ്റൻ എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന പ്രകടനമാണ് ഇന്ന് ഗ്രൗണ്ടിൽ കാഴ്ചവെച്ചത്. 53 പന്തുകളിൽ 103 റൺസുമായാണ് ക്യാപ്റ്റൻ വിജയത്തോടടുപ്പിച്ചാണ് പുറത്താകുന്നത്. 3 സിക്സുകളും 15 ഫോറുകളും അടങ്ങുന്നതായിരുന്നു ആ അത്യുന്നത ഇന്നിങ്സ്. പരാഗിൻ്റെ ആ ഒരു അഭിപ്രായത്തോട് നമ്മളും യോജിക്കുന്നു. ഓപ്പണർമാരെ പെട്ടെന്ന് പുറത്താക്കണമായിരുന്നു, അതല്ലെങ്കിൽ 230 മുകളിലുള്ള ഒരു സ്കോർ കണ്ടെത്തണമായിരുന്നു. ഇത് രണ്ടും ഇന്ന് രാജസ്ഥാൻ റോയൽസിന് സാധിക്കാതെ പോയപ്പോൾ ഗുജറാത്ത് ടൈറ്റൻസ് 7 വിക്കറ്റിൻ്റെ അനായാസ വിജയമാണ് 8 പന്തുകൾ ബാക്കി നിൽക്കെ നേടിയെടുത്തത്. ഓപ്പണിംഗിൽ ജയ്സ്വാൾ ഇന്ന് വീണ്ടും നിരാശപ്പെടുത്തി. കഴിഞ്ഞ മത്സരത്തിൽ തിളങ്ങിയ ജോറലിനും കാര്യമായൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. 7 റൺസിന് ജോറലും പുറത്തായി. മുഹമ്മദ് സിറാജും റബാദയും ആദ്യ 2 ഓവറുകളിൽ തന്നെ രാജസ്ഥാൻ റോയൽസിന്റെ 2 വിക്കറ്റുകൾ നേടിയെടുത്തപ്പോൾ സ്വാഭാവികമായും രാജസ്ഥാൻ റോയൽസ് സമ്മർദ്ദത്തിലേക്ക് പോകുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ബാറ്റിംഗ് ലൈനപ്പിൽ ഒരു മാറ്റം വരുത്തിക്കൊണ്ട് രവീന്ദ്ര ജഡേജയെ നേരത്തെ കൊണ്ടുവരുന്ന കാര്യം. കാരണം ഇനിയും പവർ പ്ലേയിൽ വിക്കറ്റ് വീണാൽ അത് തിരിച്ചടിയാകും. ചെറിയ സ്കോറിനു തന്നെ രാജസ്ഥാൻ റോയൽസ് തകർന്നു പോകും എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് പെട്ടെന്നുള്ള അങ്ങനെ ഒരു മാറ്റം വരുത്താൻ രാജസ്ഥാൻ റോയൽസ് തയ്യാറായത്. ജഡേജ വന്ന് നല്ലൊരു തുടക്കമാണ് നൽകിയത്. സൂര്യവംശിയുമൊത്ത് നല്ലൊരു പാർട്ട്ണർഷിപ്പ് പടുത്തുയർത്തി. അതിനിടയ്ക്ക് റിട്ടയർഡായി പുറത്തു പോകേണ്ടി വന്നു. പിന്നീട് വന്ന ക്യാപ്റ്റൻ പരാഗിനും ദസൂൻ ഷനകക്കും കാര്യമായി ഒന്നും ചെയ്യാൻ കഴിയാതെ പോയപ്പോൾ വീണ്ടും ഒരു ട്വിസ്റ്റ് വരുത്തുകയാണ്. ആർച്ചറെ ഫെരേരയ്ക്ക് മുന്നിൽ പറഞ്ഞയക്കുന്നു. ആർച്ചറും പെട്ടെന്ന് പുറത്താകുന്നു. അപ്പോഴും ഫെരേരയെ ഇറക്കാൻ രാജസ്ഥാൻ റോയൽസ് തയ്യാറാകുന്നില്ല. റിട്ടയർഡായ ജഡേജയാണ് വീണ്ടും തിരിച്ചു വരുന്നത്. ആ ഒരു തിരിച്ചുവരവ് രാജസ്ഥാൻ റോയൽസിന് സത്യത്തിൽ ക്ഷീണമായിരുന്നെന്ന് വേണം പറയാൻ. ജഡേജ തിരിച്ചെത്തിയതിനു ശേഷം ബൗണ്ടറികൾ നേടാൻ നന്നേ പ്രയാസപ്പെടുന്ന കാഴ്ചയാണ് കണ്ടത്. നല്ലൊരു തുടക്കം നൽകി റിട്ടയർഡായി പുറത്തുപോയി തിരിച്ചു വന്ന ജഡേജയ്ക്ക് തുടക്കത്തിലെ പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചില്ല. 20 ഓവർ പിന്നിടുമ്പോൾ ജഡേജ 35 പന്തുകളിൽ വെറും 45 റൺസ് മാത്രമായിരുന്നു നേടിയത്. ഇന്നത്തെ മത്സരത്തിൽ സൂര്യവംശി 6നേക്കാൾ കൂടുതൽ ഫോറുകളാണ് നേടിയത്. വളരെ കൃത്യമായിരുന്നു ഗുജറാത്ത് ടൈറ്റൻസിന്റെ ബൗളർമാരുടെ പ്രകടനം. ജേസൺ ഹോൾഡർ 4 ഓവറിൽ വെറും 27 റൺസ് മാത്രമാണ് വിട്ടുകൊടുത്തത്, 2 വിക്കറ്റുകൾ നേടിയെടുത്തു. റബാദ ഇന്ന് 35 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 2 വിക്കറ്റുകൾ നേടിയെടുത്ത് വിക്കറ്റ് വേട്ടയിൽ 28 വിക്കറ്റുകളോടെ പർപ്പിൾ ക്യാപ്പിനുടമയായ മത്സരമായിരുന്നു ഇന്നത്തേത്. മുഹമ്മദ് സിറാജും നിരാശപ്പെടുത്തിയില്ല. 41 റൺസ് മാത്രമാണ് വിട്ടുകൊടുത്തത്, നിർണായക വിക്കറ്റും നേടിയെടുത്തു. 7 സിക്സും 8 ഫോറും അടക്കം 46 പന്തിൽ 96 റൺസുമായി സൂര്യവംശി പുറത്തായപ്പോഴാണ് ഫെരേര ക്രീസിലെത്തുന്നത്. അദ്ദേഹത്തിന് ലഭിച്ചതാകെ 11 പന്തുകളാണ്, നേടിയത് 38 റൺസാണ്. അതിൽ അവസാനം റാഷിദ് ഖാൻ എറിഞ്ഞ ഓവറിൽ 4 സിക്സും ഒരു ഡബിളും അടക്കം ആ ഓവറിൽ പിറന്നത് 27 റൺസായിരുന്നു. ആ ഒരു കരുത്തിലായിരുന്നു 214 എന്ന സ്കോറിലേക്ക് രാജസ്ഥാൻ റോയൽസിന് എത്താൻ സാധ്യമായത്. അതുകൊണ്ട് തന്നെ ജഡേജ കളിച്ച 35 പന്തുകൾക്ക് കനത്ത വില നൽകേണ്ടി വന്നു രാജസ്ഥാൻ റോയൽസിന്. എങ്കിൽ പോലും 214 ഡിഫെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്കോർ തന്നെയായിരുന്നു. അതിനൊത്തൊരു പ്രകടനം രാജസ്ഥാൻ റോയൽസിന്റെ ബൗളർമാർക്ക് കാഴ്ചവെക്കാൻ സാധിച്ചില്ല. വളരെ നിരാശപ്പെടുത്തുന്നതായിരുന്നു അവരുടെ പ്രകടനം. ആർച്ചറെല്ലാം കഴിഞ്ഞ മത്സരങ്ങളിലെല്ലാം തുടക്കക്കാരെ പുറത്താക്കുന്നതിൽ മുൻപന്തിയിലുണ്ടായിരുന്നു. ഇന്നത്തെ മത്സരത്തിൽ ആർച്ചറിന് ആദ്യ 2 ഓവറുകളിൽ വഴങ്ങേണ്ടി വന്നത് 29 റൺസായിരുന്നു. എന്നാൽ പോലും ആർച്ചറുടെ ആദ്യ 2 ഓവറുകൾ കഴിഞ്ഞതിന് ശേഷം പിന്നീട് ബൗളിങ്ങിനെ തിരിച്ചു കൊണ്ടുവരാൻ ക്യാപ്റ്റൻ വളരെ വൈകിപ്പോയിരുന്നു എന്നു തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. ഒരുപക്ഷെ ആർച്ചറെ കുറച്ച് നേരത്തെ രണ്ടാമത് തിരിച്ചു കൊണ്ടുവന്നിരുന്നെങ്കിൽ കളിയിലേക്ക് തിരികെ വരാനുള്ളൊരു അവസരം രാജസ്ഥാൻ റോയൽസിന് ലഭിക്കുമായിരുന്നു എന്ന് വിശ്വസിക്കുന്നവരാണ് ഏറെയും. ആർച്ചർ പിന്നീട് ബൗൾ ചെയ്യാനെത്തുന്നത് അവസാന നിമിഷത്തിലാണ്. അന്നേരമാണ് ഗില്ലിൻ്റെ വിക്കറ്റ് നേടിയെടുക്കുന്നതും. അപ്പോഴേക്കും വിജയത്തിലേക്ക് അടുത്തെത്തിയിരുന്നു ഗുജറാത്ത് ടൈറ്റൻസ്. ക്യാപ്റ്റൻ്റെ ചില മോശം പരീക്ഷണങ്ങൾ, മോശം തീരുമാനങ്ങൾ ഇന്ന് കാണാനിടയായി. സ്പിന്നിന് അനുകൂലമല്ലെന്നറിഞ്ഞിട്ടും യാഷ്രാജിനെയും ജഡേജയെയും സ്പെല്ല് ഒരുമിച്ചെറിയിപ്പിക്കുന്നു. അവരിരുവരും കൂടി ബൗൾ ചെയ്തത് 4 ഓവറുകളാണ്, വഴങ്ങിയത്
58 റൺസാണ്. അങ്ങനെ പരാഗിന്റെ ഭാഗത്തു നിന്ന് പല പാളിച്ചകളും സംഭവിച്ച മത്സരമായിരുന്നു ഇന്നത്തെ ഈ നിർണായക മത്സരം. അതുകൊണ്ടൊക്കെ തന്നെ ഗുജറാത്ത് ടൈറ്റൻസിന് യാതൊരു വെല്ലുവിളികളുമില്ലാതെ അനായാസം ഫൈനലിലേക്ക് കയറിപ്പോകാൻ സാധിച്ചു എന്ന് വേണം പറയാൻ. സായ് സുദർശനും ശുഭ്മാൻ ഗില്ലും മിന്നും ഫോമിലായിരുന്നു. ആ ഇരു ഓപ്പണർമാർ തന്നെയാണ് ഗുജറാത്ത് ടൈറ്റൻസിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നതിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ അവരിൽ ഒരാളെ പവർ പ്ലേയിൽ പിടിച്ചു കെട്ടാൻ സാധിച്ചാൽ പിന്നീട് വരുന്ന വിക്കറ്റുകളെ തകർത്തു കളയാൻ കഴിയുന്ന ബൗളിംഗ് രാജസ്ഥാൻ റോയൽസിനുണ്ടായിരുന്നു. അത് നേടാൻ സാധ്യമായില്ല ഞങ്ങൾക്കെന്നാണ് ക്യാപ്റ്റൻ മത്സരശേഷം പറഞ്ഞത്. RCBക്കെതിരെയുള്ള മത്സരത്തിൽ നമ്മൾ കണ്ടു, ഓപ്പണർമാരെ പെട്ടെന്ന് പുറത്താക്കാൻ RCBക്ക് കഴിഞ്ഞു. ആ മത്സരം അനായാസം ജയിക്കാനും RCBക്ക് കഴിഞ്ഞു. ഗുജറാത്തിൻ്റെ ഓപ്പണിങ്ങിനെ വീഴ്ത്തിക്കഴിഞ്ഞാൽ പിന്നെ വിജയം എതിർ ടീമിന് എളുപ്പമാണ്. അതറിയാത്തവരല്ല രാജസ്ഥാൻ റോയൽസും. പക്ഷേ അവരുടെ ബൗളർമാർ പരാജയപ്പെട്ടു. പിന്നെ ക്യാപ്റ്റൻ്റെ ചില മണ്ടൻ തീരുമാനങ്ങളും എന്ന് വേണം പറയാൻ. ക്യാച്ചുകളും വിട്ടുകളയുന്ന ദയനീയ കാഴ്ച നമ്മൾ കണ്ടു. രാജസ്ഥാൻ റോയൽസിന് ആദ്യം ലഭിക്കുന്ന വിക്കറ്റ് സായ് സുദർശൻ്റേതാണ്. സായ് സുദർശൻ വീണ്ടും ഒരു ഹിറ്റ് വിക്കറ്റിലൂടെയാണ് പുറത്താകുന്നത്. മാനേജ്മെൻറ്റിനോട് പറയാനുള്ളത്, എത്ര വേർത്താലും പഴുതി പോവാത്ത നല്ല ഗ്രിപ്പുള്ള ഗ്ലൗസുകൾ സായ് സുദർശന് വാങ്ങിക്കൊടുക്കാൻ നിങ്ങൾ തയ്യാറാകേണ്ടിയിരിക്കുന്നു. ട്രോളുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ മത്സരത്തും ഇതേ അനുഭവമാണ്. 4 അടിക്കുന്നു, 4 അടിച്ച് കയ്യിൽ നിന്ന് ബാറ്റ് ചെയ്യുന്ന സ്റ്റെമ്പിൽ വീഴുന്നു. ഇന്ന് അതിനേക്കാൾ കുറച്ച് ശക്തിയായിട്ടാണ് വീണത്. ഒരു ബൗളർ ഫുൾ ടോസ് ബോൾ ചെയ്യുന്ന രീതിയിൽ സ്റ്റെമ്പിന് മുകളിൽ പതിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഒരു ഘട്ടത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് യാതൊരു വെല്ലുവിളികളുമില്ലാതെ 10 വിക്കറ്റിൻ്റെ വിജയവുമായി ഫൈനലിലേക്ക് മുന്നേറുമെന്ന് തോന്നിപ്പിച്ചതാണ്. അവിടെയാണ് നിർഭാഗ്യകരമായ സായ് സുദർശൻ്റെ പുറത്താകലുണ്ടായത്. അനിവാര്യമായ പരാജയം ഏറ്റുവാങ്ങിക്കൊണ്ട് രാജസ്ഥാൻ പുറത്താകുന്നു. ഗുജറാത്ത് ടൈറ്റൻസ് ഫൈനലിലേക്ക് മുന്നേറുന്നു. ഫൈനലിൽ കാത്തിരിക്കുന്നത് RCB ആണ്. ക്വാളിഫയർ 1-ൽ RCBയോട് പരാജയം ഏറ്റുവാങ്ങിയതാണ്. അതിന് പകരം ചോദിക്കേണ്ടതുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ഫൈനൽ ആവേശകരമാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. പുതിയ ക്രിക്കറ്റ് വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് വീണ്ടും എത്തും. നിങ്ങളുടെ സ്വന്തം വോയിസ് ഓഫ് മുജീബ്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക.